ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു റെസിപ്പിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ മഞ്ചൂരിയനാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കൻ ബ്രസ്റ്റിന് 1 ഇഞ്ച് നീളത്തിലുള്ള ക്യൂബ്സ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിക്കൻ ബ്രസ്റ്റ് തന്നെ വേണമെന്നില്ല. ഫുള്ള് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആയതുകൊണ്ടാണ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 മുട്ടേൻ്റെ വെള്ള, പിന്നെ 1 ടീസ്പൂൺ വിനേഗർ, 1 ടീസ്പൂൺ ലൈറ്റ് സോയാ സോസ്. നമ്മുടെ കയ്യിൽ ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ട് പാടനെ ഇളക്കി കൊടുക്കരുത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചിക്കന് നമ്മൾക്കിങ്ങനെ കാണുമ്പോൾ മസാലയിൽ കോട്ടിങ് ഇല്ല തോന്നുമല്ലോ, പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നല്ല പാകത്തിനുള്ള കോട്ടിങ്ങൊക്കെ ആയിട്ടുണ്ടാവും ചിക്കനിൽ. എന്നിട്ട് ചിക്കൻ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയാൽ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ ചിക്കൻ അങ്ങനെ ഭയങ്കര ക്രിസ്പി അങ്ങനെ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് ചിക്കൻ മഞ്ചൂരിയനിൽ ഉണ്ടാവുക. അതുപോലത്തെ ഒരു കളറ് ഇങ്ങോട്ട് മാറി തുടങ്ങുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെജിറ്റബിൾസൊക്കെയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, പിന്നെ ഒരു സവാളയാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം 1 എടുക്കുന്നുണ്ട്, റെഡ് ക്യാപ്സിക്കം 1 എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ ചില്ലി ആണെങ്കിലും പിന്നെ മഞ്ചൂരിയൻ ആണെങ്കിലൊക്കെ അതിലിടുന്ന ക്യാപ്സിക്കം, സവാള ഇതൊക്കെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ അതേ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്ക്വയറായിട്ടും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സവാള കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ കട്ട് ചെയ്തിട്ട് അധികം അങ്ങോട്ട് ലെയർ വരാത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് സവാളേൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിനെ കഴിയുന്ന രീതിയിൽ നമുക്ക് ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ പെറ്റൽസൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് മഞ്ചൂരിയൻ്റെ സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വോക്ക് പാന് ആണ് കൂടുതൽ ഇതിന് യൂസ് ചെയ്യൽ. നമ്മളെ കയ്യിൽ ഇപ്പോൾ അതില്ലെങ്കിൽ കനം കുറഞ്ഞൊരു ഫ്രൈ പാന് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിങ്ങനെ പാകത്തിനൊന്ന് വാടി വന്നാൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കറികൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി. ഒന്നിങ്ങോട്ട് വഴറ്റി വന്നാൽ നമുക്കിതിലേക്ക് സോസസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓയിസ്റ്റർ സോസ് ഇല്ലെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ലൈറ്റ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ പാകത്തിനുള്ള ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ സോസിലൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഈ വെള്ളം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്
ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോസ് കുറുകി വരുന്നുണ്ടെങ്കിൽ ഇനി ഒഴിക്കേണ്ട കേട്ടോ. സോസ് നല്ല കട്ടിയായാലും മഞ്ചൂരിയന് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് കുറുകി വന്നാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ കോൺഫ്ലോർ കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള മഞ്ചൂരിയനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.